ദൈവത്തെയും ദൈവവിശ്വാസികളെയും കൊല്ലാൻ നടക്കുന്ന സൈക്കിക് വില്ലൻ പറയുന്നത് തൃശയുടെ സൈക്കിക് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായ ബൃന്ദയെ പറ്റിയിട്ടാണ്. കിഡിലൻ സീരീസ്. ഇപ്പൊ തമിഴിലുള്ള വുമൺ സെൻട്രിക് സീരീസ് അല്ലെങ്കിൽ സിനിമാസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഉദയനാണ് താരത്തിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഓർമ്മ വരാം. ടൺ കണക്കിന് വപ്പടാണ് കെട്ടിക്കിടക്കുന്നത്. കാരണം പുറത്തുനിന്ന് പോസ്റ്റേഴ്സ് ഒക്കെ കാണുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും, പക്ഷെ ഉള്ളിൽ ഒരു തേങ്ങ ഉണ്ടാവില്ല. മുമ്പ് നയൻതാര ആണെങ്കിൽ ഇപ്പൊ കാജൽ അഗർവാൾ ഹൻസികയാണ് ഇങ്ങനത്തെ പടം ഇറക്കി വെറുപ്പിക്കുന്നത്. പക്ഷെ തൃഷയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, പിന്നെ ലൈഫ് ടൈം ബെസ്റ്റ് പെർഫോമൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ആളൊരു ഹോണ്ടഡ് പാസ്റ്റ് ഉള്ള ഒരു ക്യാരക്ടറാണ്, ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. വൺസിന്റെ ബ്ലൂ മൂണെ ആളുടെ മുഖത്ത് ഒരു ചിരി വരുന്നു, പക്ഷെ അതൊക്കെ ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് ആൾ അഭിനയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ചിലവരുണ്ട് പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞ മുഖത്ത് 10 കിലോ വിർലാവായിട്ട് ആൾക്കാർ പൊട്ടിയും ചുണ്ടത്ത് 2 ലിറ്റർ സ്റ്റോപ്പ് പെയിന്റ് അടിച്ചത് അങ്ങനെയൊന്നല്ല, ഭയങ്കര നാച്ചുറൽ മേക്കപ്പ് ആയിരുന്നു. പെർഫോമൻസ് വൈസ് അടുത്ത് ഇന്ദ്രജിത്ത് സുകുമാരൻ. ഇന്ദ്രജിത്ത് ഉള്ള കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ ആളും ഗംഭീര പെർഫോമൻസ് തന്നെയായിരുന്നു. മലയാളം സിനിമ അധികം എക്സ്പ്ലോർ ചെയ്യാത്തൊരു നടനായിട്ടാണ് എനിക്ക് തോന്നിയത്, പക്ഷെ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടൊരു ആക്ടറാണ്. പിന്നെ സാരഥി പറഞ്ഞ ക്യാരക്ടർ ചെയ്ത ഒരാൾ, എല്ലാവരും അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. കുറെ ലാംഗ്വേജസിൽ ഇത് ഇറങ്ങിയിട്ടുണ്ട്, മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി എല്ലാത്തിലും ഉണ്ട്. സോ എന്തായാലും കണ്ടു നോക്കാം. ഒരു സീരീസ് ഓഫ് ക്രൈം അല്ലെങ്കിൽ സീരീസ് ഓഫ് കൊലപാതകം നടക്കുന്നു, അത് അന്വേഷിക്കാൻ പറ്റുന്ന പോലീസ് ഓഫീസറാണ് നമ്മുടെ തൃശ. ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ വില്ലനെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി 8 എപ്പിസോഡ് എങ്ങനെ എൻഗേജിങ് ആവും, കാരണം ആദ്യം തന്നെ വില്ലനെ കാണിച്ചു. 5ാമത്തെ എപ്പിസോഡിൽ ഒരു ട്വിസ്റ്റ് ഉണ്ട് മോനെ, പോയ കളി ഇതുവരെ വന്നിട്ടില്ല. പിന്നെയും കുറെ ട്വിസ്റ്റ് ഒക്കെ ഉണ്ട്. സോ എന്തായാലും കണ്ടു. ശരീരത്തിന് നന്നല്ല, പക്ഷെ ഈ സിനിമ ഡെയിലി രാത്രി 10 മിനിറ്റ് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ഏത് ഉറക്കമില്ലാത്തവന് സുഖമായി ഉറങ്ങാം. അത് പറഞ്ഞിട്ട് ഉച്ചയ്ക്കൊന്നും ഇരുന്ന് കാണരുത്, ജീവിതം വെറുത്തു പോകും. പറയുന്നത് മലയാള സിനിമയെ വയസ്സെത്രയും 30 കുത്ത് കുത്ത് കുത്ത്. സൈനാപ്ലേ OTT പ്ലാറ്റ്ഫോമിലാണ് പടം റിലീസ് ആയിരിക്കുന്നത്. 41 വയസ്സായിട്ടും പെണ്ണ് കിട്ടാത്ത ഒരുത്തന്റെ കഥയാണ്. സോ അതായിരുന്നു എനിക്കിത് കാണാനുള്ള ഏറ്റവും വലിയൊരു എക്സൈറ്റിംഗ് ഫാക്ടർ, ഒരു മനസുഖം. ഇത്രയും വെറുപ്പിക്കലായിട്ടുള്ള സിനിമ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടില്ല. ഒരാഴ്ച എന്തോ എടുത്തു ഈ പടം ഞാനൊന്ന് കണ്ടു തീർക്കാൻ. 2 മണിക്കൂർ എന്തോ ഉള്ള പടമാണ്, പക്ഷെ എനിക്കെന്താ ഒരാഴ്ച സുഖമായി കിടന്ന് ഉറങ്ങാൻ പറ്റി. നമ്മുടെ നരസിംഹം സിനിമയിൽ മമ്മൂട്ടി പറയില്ലേ, അതായത് ഓർമ്മക്കുറവ് ഈ എണ്ണ നല്ലതാണ്, അതേപോലെ ഉറക്കത്തിന് ഏറ്റവും ബെസ്റ്റ് ആണ്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് രസം എന്നൊക്കെ പറയുന്നത്, നല്ലോണം ഭക്ഷണം കഴിച്ചിട്ട് ഈ പടം അങ്ങോട്ട് 10 മിനിറ്റ് ഇരുന്ന് കാണും. ഉറക്കത്തിന്റെ എക്സ്ട്രീം ആയിരിക്കും അങ്ങോട്ട്. സോ ഒന്നുമില്ല ഈ സിനിമയിൽ ബേസിക്കലി എടുത്ത് പറയാം. എനിക്ക് മനസ്സിലാവാത്ത ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ എന്ത് കണ്ടിട്ടാണ് പ്രൊഡ്യൂസർ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നാണ്. എന്റെ പൊന്നെണ്ണ ചാരിറ്റി ആയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ ആ കാശ് വെറുതെ അങ്ങോട്ട് കൊടുക്കുക. എന്തിനാണ് ഇത് കാണിച്ച് നാട്ടുകാരെ ഉയരാൻ വെക്കുന്നത്? തലയുടെ ആരംഭമൊക്കെ ഞങ്ങൾ എന്നോ കണ്ടതാണ്, നീ ഇപ്പോഴാണ് കാണുന്നതെന്ന് ചോദിക്കുന്നവരോട് ഇത് തലയുടെ ആരംഭമല്ല, ഒരു തെലുഗു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. ഇതിനെപ്പറ്റി പറയുന്നതിന് മുമ്പ് തൃശയുടെ ഒരു സൈക്കിക് ഇൻവെസ്റ്റിഗേഷൻ വെബ് സീരീസ് സോണി ലിവിൽ റിലീസ് ആയിട്ട് ഇന്നലെ. ബൃന്ദാനാണ് പേര്. 8 എപ്പിസോഡുള്ള സീരീസ് ആണ്, എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. സോ ആരംഭം ഒരു സയൻസ് ഫിക്ഷൻ ഫിലിമാണ്. അതായത് ഒരു കിഡിലൻ കോഫി ഒരു പൊട്ടിയ ഗ്ലാസ്സിൽ തന്ന എന്തായിരിക്കും അവസ്ഥ? കിഡിലൻ സ്ക്രിപ്റ്റ് ആണ്, പക്ഷെ മേക്കിങ്ങും കാസ്റ്റിംഗും കൊണ്ടേ കൊളവാക്കി. നമ്മൾ പറയില്ലേ ബോൺ ഇൻ ദ ത്രോട്ട് എന്നൊക്കെ പറയില്ലേ, അതാണ് അവസ്ഥ. ഭയങ്കര ഒരു ഡിസ്റ്റർബൻസ് ആണ് ഇതിന്റെ കാസ്റ്റിംഗും അവരുടെ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നാം. നായികയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, കഞ്ഞിവെള്ളം നമുക്ക് കൊടുക്കാൻ തോന്നില്ല. നല്ലൊരു കാസ്റ്റിംഗ് നല്ലൊരു മേക്കിംഗ് ആണ് വെച്ചാൽ വേറെ ലെവലായി പോകേണ്ട ഒരു പടമായിരുന്നു. ഇപ്പോഴും അത്യാവശ്യം കൊള്ളാവുന്ന ഒരു സയൻസ് ഫിക്ഷൻ ഫിലിം തന്നെയാണ്. നിങ്ങൾ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടം. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. ഇന്തോനേഷ്യൻ ഭാഷയിൽ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, കൊറിയൻ ഭാഷയിൽ ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ അത് കണ്ടിട്ടില്ല. സോ ഇത് കണ്ടപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു പടമായിട്ടാണ് തോന്നിയത്. ഒന്നും കൂടി നന്നാക്കായിരുന്നു. ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്, കണ്ടു നോക്കാം.